BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കുമ്പളത്ത് ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ യുവാവിന്റെ മൂക്കിലെ എല്ല് തകർന്ന സംഭവത്തിൽ ഒളിവിലായിരുന്ന 3 പേർ അറസ്റ്റിൽ. കുമ്പളം സ്വദേശികളായ ഷൈജു, റനീഷ്, വിഷ്ണു എന്നിവരെയാണ് പനങ്ങാട് പോലീസ് പിടികൂടിയത്. ഇവരുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ കുമ്പളം ഹോളി മേരീസ് റോഡ് മുക്കത്തുപറമ്പ് രമേഷ് കുമാറിനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഇരുമ്പുദണ്ട് കൊണ്ടുള്ള ആക്രമണത്തിൽ മുകേഷിന്റെ മൂക്കിലെ എല്ല് തകർന്ന് തലയുടെ പിറകിൽ രക്തം കട്ടപിടിക്കുകയും ഗുരുതര നിലയിലായ രമേശിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി കുമ്പളം നോർത്തിലായിരുന്നു സംഭവം. അക്രമത്തിനിടെ രമേശിന്റെ 2.5 പവൻ മാല കവരുകയും ചെയ്തു. പ്രതികൾ ഒളിവിലായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പറവൂർ സഹകരണ ബാങ്കിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയ ഓഡിറ്റ് റിപ്പോർട്ടും സ്പെഷ്യൽ റിപ്പോർട്ടും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട മുൻ ഭരണസമിതി സമർപ്പിച്ച റിവിഷൻ ഹർജി ഹൈക്കോടതി തള്ളി. 2018-19 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ബാങ്കിന് കോടികൾ നഷ്ടപ്പെടുത്തിയ ഇടപാടുകൾ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച പരാതികൾ ഉയർന്നതോടെ സഹകരണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിലും ആരോപണങ്ങൾ ശരിവെക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. ഇതോടെ ആരോപണ വിധേയരായ കഴിഞ്ഞ ഭരണസമിതി 2018-19 ഓഡിറ്റ് റിപ്പോർട്ടും സ്പെഷ്യൽ റിപ്പോർട്ടും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് അപ്പീൽ നൽകി. എന്നാൽ അപ്പീൽ സർക്കാർ തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്ന് ബാങ്കിന് അനുകൂലമായി സ്റ്റേ ലഭിച്ചതോടെ സഹകരണ വകുപ്പിന്റെ അന്വേഷണം ഒരു പരിധിവരെ പൂർത്തിയാക്കിയെങ്കിലും പിന്നീട് നിർത്തി. ഹർജി തള്ളിയതിനാൽ ഇനി സഹകരണ വകുപ്പിന് അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് കടക്കാനാകും. CPM പറവൂർ ഏരിയ സെക്രട്ടറി TV നിതിനടക്കം 24 പേരാണ് അന്വേഷണ പരിധിയിലുള്ളത്. സമാന സംഭവത്തിൽ TV നിതിന് പുറമെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KA വിദ്യാനന്ദൻ, VS ഷഡാനന്ദൻ, ടൗൺ ലോക്കൽ സെക്രട്ടറി CP ജയൻ അടക്കം 24 പേർക്കെതിരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. എറണാകുളം വിജിലൻസ് യൂണിറ്റ് അന്വേഷണം പൂർത്തീകരിച്ചിട്ടും അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാത്തത് ഭരണസ്വാധീനം മൂലമാണെന്നും ആക്ഷേപമുണ്ട്. തൊഴിൽ രഹിതരുടെ കൈപിടിച്ച എംപ്ലോയബിലിറ്റി സെന്റർ. ഒരു വർഷത്തിനിടെ തൊഴിൽ ലഭിച്ചത് 3000-ഓളം പേർക്ക്. സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളോടനുബന്ധിച്ച് ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററുകളാണ് തൊഴിൽ രഹിതർക്ക് കൈത്താങ്ങാകുന്നത്. എറണാകുളം ജില്ലയിൽ ഇതുവഴി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 3000-ഓളം ഉദ്യോഗാർത്ഥികളാണ് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നേടിയത്. ഇവർ നടത്തുന്ന തൊഴിൽ മേളകൾക്കായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണവും ഏറുകയാണ്. 11-കാരൻ അബദ്ധത്തിൽ വിഴുങ്ങിയ തയ്യൽ സൂചി രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാർ പുറത്തെടുത്തു. പല്ലിനടിയിൽ കുടുങ്ങിയ ഭക്ഷണപദാർത്ഥം നീക്കുന്നതിനിടെയായിരുന്നു അപകടം. അമ്മയുടെ തയ്യൽ മെഷീന്റെ സൂചി ഉപയോഗിച്ചാണ് കുട്ടി പല്ല് വൃത്തിയാക്കാൻ ശ്രമിച്ചത്. നെല്ലിക്കുഴി സ്വദേശിയായ കുട്ടിയെ ഉടൻ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. തുടർന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ എത്തുമ്പോൾ സൂചി ആമാശയം കടന്ന് ചെറുകുടലിൽ തറച്ച നിലയിലായിരുന്നു. എൻഡോസ്കോപ്പി ഉപയോഗിച്ച് ചെറുകുടലിൽ നിന്ന് സൂചി സുരക്ഷിതമായി നീക്കി. ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിന്റെ മേൽനോട്ടത്തിൽ ഡോക്ടർ തരുൺ തോമുമ്മൻ, ഡോക്ടർ സാൻജോ ജോൺ, ഡോക്ടർ നിബിൻ നഹാസ്, അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ S അശ്വതി, എൻഡോസ്കോപ്പി ടെക്നീഷ്യന്മാരായ വിഷ്ണു സദാനന്ദൻ, CA അഷിത എന്നിവർ പങ്കാളികളായി. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ ദേശീയപാതയിൽ ഇന്നലെ ആലപ്പുഴ ഭാഗത്തേക്കുള്ള ഗതാഗതം മണിക്കൂറുകളോളം സ്തംഭിച്ചു. മാടവന മുതൽ കുമ്പളം, അരൂർ, ചന്ദരൂർ ഭാഗങ്ങളിലെ ദേശീയപാതയിലായിരുന്നു രൂക്ഷമായ ഗതാഗത തടസ്സം. കഷ്ടിച്ച് ഒരു വരി ഗതാഗതം നടത്താൻ കഴിയുന്ന പാതയിൽ 3 വരി വാഹനങ്ങൾ തടസ്സങ്ങളിൽ കുടുങ്ങി മണിക്കൂറുകൾ കിടന്നു. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും ഊരിപ്പോകാൻ സാധിച്ചില്ല. ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും ഉയരപ്പാത നിർമ്മാണത്തിന്റെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. ലോഞ്ചിങ് ഗാൻട്രി സ്ഥാപിക്കുന്നതിനും ഇരുമ്പിന്റെ ചട്ടക്കൂട് അഴിച്ചു മാറ്റുന്നതിനും പല സ്ഥലങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. ഇടയ്ക്കിടെ അരമണിക്കൂർ വീതം തടസ്സപ്പെടുത്തിയാണ് പണികൾ നടത്തിയത്. ഗതാഗതം തടസ്സപ്പെടുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ വന്നു നിറഞ്ഞത് വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടാൻ ഇടയാക്കി. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് വലിയ തടസ്സങ്ങളില്ലായിരുന്നു. ദേശീയപാതയുടെ കിഴക്കൻ പാത തടസ്സമില്ലാതായതോടെ ഓട്ടോറിക്ഷകളും ടാക്സികളും ഓടാതെയായി. അരൂരിലെ ഓട്ടോറിക്ഷക്കാർ ഓട്ടം നിർത്തി. അരുകുറ്റി ഭാഗത്തു നിന്ന് അരൂർ ക്ഷേത്രം ജംഗ്ഷനിലെത്തി തെക്കോട്ട് ദേശീയപാതയിലൂടെ കുറച്ചു ദൂരം ഓടിയ ശേഷം യു-ടേൺ എടുത്താണ് വാഹനങ്ങൾ വടക്കോട്ട് സഞ്ചരിക്കുന്നത്. ദേശീയപാതയിൽ രാവിലെ മുതൽ ഗതാഗതം തടസ്സത്തിലായതോടെ അരുക്കുറ്റി റോഡിലും ഗതാഗതം സ്തംഭിച്ചു. ദേശീയപാതയിൽ തടസ്സമുണ്ടാകുമ്പോഴെല്ലാം വാഹനങ്ങൾ ചെറിയ റോഡുകളിലൂടെ തിരിച്ചുവിടുക പതിവാണ്. മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സം അരൂരിലെ ചെറു റോഡുകളെയും സ്തംഭനത്തിലാക്കി. വലിയ ചരക്ക് ലോറികൾ, കണ്ടെയ്നർ ലോറികൾ, ഗ്യാസ് സിലിണ്ടർ ലോറികൾ, ട്രെയിലറുകൾ എന്നിവയുടെ ഗതാഗതം അരൂർ തുറവൂർ ദേശീയപാതയിൽ ഉയരപ്പാത നിർമ്മാണം തീരുന്നതുവരെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും നിയന്ത്രണങ്ങൾ നിലവിൽ ഫലപ്രദമല്ല.
കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. MC റോഡിലെ പുല്ലുവഴി തായ്ക്കരച്ചിറ ഡബിൾ പാലം പൊളിച്ച് ഒറ്റപ്പാലമാക്കുന്നതിനുള്ള ആദ്യഘട്ട ജോലികൾ ആരംഭിച്ചു. ഡിസംബർ 3 പൊളിക്കാൻ തീരുമാനിച്ചതാണെങ്കിലും ശബരിമല തീർത്ഥാടന കാലത്തെ വാഹനത്തിരക്ക് കണക്കിലെടുത്ത് ജനുവരിയിലേക്ക് മാറ്റുകയായിരുന്നു. നടപ്പാതകളും മറ്റും പൊളിച്ചു നീക്കുന്ന ജോലിയാണ് ആരംഭിച്ചത്. നിലവിൽ ഗതാഗത ക്രമീകരണമില്ലെങ്കിലും 10 മാസത്തേക്ക് MC റോഡിൽ നിയന്ത്രണമുണ്ടാകും. 10 മാസമാണ് നിർമ്മാണ കാലാവധി. MC റോഡിൽ ഉണ്ടായിരുന്ന പഴയ പാലത്തോട് ചേർന്ന് KSTP പദ്ധതിയുടെ ഭാഗമായി പുതിയ പാലം നിർമ്മിച്ചു. 2 പാലങ്ങൾ തമ്മിലെ ഉയരവ്യത്യാസവും വളവും മീഡിയനും നിരന്തര അപകടത്തിന് കാരണമാകുന്നതിനാലാണ് ഒറ്റപ്പാലമാക്കാൻ തീരുമാനിച്ചത്. 1.82 കോടി രൂപയാണ് ചിലവ്. പെരിയാർ വാലി കനാലിൽ വെള്ളമില്ലാത്ത സമയം നോക്കിയാണ് പാലം പൊളിക്കാൻ തീരുമാനിച്ചത്. വെള്ളം തുറന്നുവിട്ടാൽ പാലം നിർമ്മിച്ചിരിക്കുന്ന തോട്ടിൽ വെള്ളം നിറയും. ഇത് നിർമ്മാണത്തെ ബാധിക്കും. നിർമ്മാണം നീണ്ടാൽ ജൂണിലെ കാലവർഷവും പ്രതിസന്ധി സൃഷ്ടിക്കും. പാലം പൊളിച്ചു തുടങ്ങിയാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നേരത്തെ നിശ്ചയിച്ച ഗതാഗത ക്രമീകരണം എങ്ങനെയാണ്? മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡിലൂടെ വഴിതിരിച്ചുവിടാനായിരുന്നു പുതിയ തീരുമാനം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.